ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ പേരമരം പ്രൂൺ ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല സൈസായ ഒരു മരമായിരുന്നു. ഞാനത് കുറച്ച് ബുഷായി നിർത്താൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹാർഡ് പ്രൂൺ ചെയ്തിരുന്നു. ആ സമയത്ത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു വാട്സാപ്പിൽ ഇതൊക്കെ എന്തിനെങ്ങനെ ഹാർഡായിട്ട് പ്രൂൺ ചെയ്യണമെന്നൊക്കെ. അപ്പോൾ മരം ഉണങ്ങൂല എന്നുള്ള കാര്യങ്ങൾ ഞാനത് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസമായിട്ടുണ്ടാവും. അപ്പോൾ അതിന് ശേഷം വന്ന റിസൾട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങൾ പ്രൂൺ ചെയ്താൽ ഒരുപാട് ബ്രാഞ്ചസ് വരും ചെയ്യും പേരമരത്തിന്. ആ ബ്രാഞ്ചസിലൊക്കെ ഫ്ലവർ ഉണ്ടാവും. അതാണ് ഇതിൻ്റെ ഒരു ഗുണമുണ്ട്. ഞാൻ പല മരങ്ങളും ഞാനിങ്ങനെ പ്രൂൺ ചെയ്യലുണ്ട്. പേരമരം പ്രത്യേകിച്ച് കായൊന്നുമില്ലെങ്കിൽ പെട്ടെന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക. അതുപോലെ പുതിയ തളിര് വരും. ആ തളിരിൻ്റെ കൂടെ പുതിയ ഫ്ലവറും വരും. ഞാൻ ഈ മരത്തിൽ ഇങ്ങനെ കാണിച്ചു തരാം. കണ്ടല്ലോ, ഇതിൽ ഈ കാണുന്നത് പുതിയ ബ്രാഞ്ചസ് വന്നാണ്. അതിൻ്റെ കൂടെ ഫ്ലവറും വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ശിഖരങ്ങളിൽ ഇതിൻ്റെ ഫ്ലവർ പുതുതായി വന്നിട്ടുണ്ട്. കണ്ടില്ല, ഇതൊക്കെ ഫ്ലവറാണ്. അങ്ങനെ ഈ ഭാഗത്തുണ്ട്. അങ്ങനെ ഒരുവിധം വന്ന തളിരിലൊക്കെ ഫ്ലവർ ഉണ്ട്. ഇനി വരാനിരിക്കുന്നുണ്ട്. ചെറിയ ചെറിയ ഫ്ലവർ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് മരമാണെങ്കിലും നമ്മൾ പെട്ടെന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക. കായ്ക്കുന്നില്ലെങ്കിൽ പ്രൂൺ ചെയ്താൽ അതിന് പുതിയ ബ്രാഞ്ചസ് വരും. ആ ബ്രാഞ്ചസിൻ്റെ കൂടെ പിന്നെ ഫ്ലവറും കൂടെ ആയിട്ടാണ് പേരമരത്തിൽ വരുന്നത്. നമ്മൾ ഇത് സാധാ നാടൻ പേരയാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. ഉൾഭാഗം റെഡ്, പുറം പഴുത്താൽ യെല്ലോ കളർ, നല്ല യെല്ലോ കളർ വരും. ഇങ്ങനെ ചെറിയ ഫ്രൂട്ടാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നാട്ടിൽ. നമ്മുടെ അടുത്ത് കിലോ പേരുണ്ട്, അതുപോലെ തായ്പിങ്കൊക്കെ ഉണ്ട്. അത് ചിലർക്ക് കഴിക്കാൻ ടേസ്റ്റ് ഉള്ളത് ഈ ഒരു നാടൻ പേരയാണ്. നല്ല സ്വീറ്റും ഇതൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞത് അത്യാവശ്യം നല്ല ബുഷായിട്ടുണ്ടാവും മരങ്ങളൊക്കെ. നമുക്ക് ചട്ടിയിലൊക്കെ വളർത്തുന്ന മരങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ഹൈറ്റിൽ കൊടുത്തു വിടാതെ ചെറുതാക്കിയിട്ട് നിർത്തുക. എന്നാൽ നമുക്ക് താഴ്ത്തുന്ന ഫ്രൂട്ട് പറിക്കാനോ ഒക്കെ നമ്മൾ മക്കൾക്കൊക്കെ പറിച്ചെടുക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുത്തിട്ട് അത് നല്ല രസമാവും നമ്മൾ വീട്ടിൽ കാണാനൊക്കെ. ഇനി അതിന് കൊടുക്കുന്ന വളങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് ഡയറി നനയ്ക്കണം. അതുപോലെ തന്നെ ഇടയ്ക്ക് നമ്മൾ ചിലർ എന്തെങ്കിലും കൊടുക്കുന്നത് നല്ലതാണ്. ഈ പൊട്ടാഷ്യം, നൈട്രജനൊക്കെ അടങ്ങിയ വളങ്ങൾ കൊടുക്കുക. ഇലക്കും അതുപോലെ തന്നെ ഫ്ലവർ ചെയ്യാനൊക്കെ നല്ലതാണ്. പൊട്ടാഷ്യം അടങ്ങിയ വളത്തിന് ഞാൻ കൊടുക്കുന്ന പഴത്തൊലി നമ്മൾ ബക്കറ്റിൽ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് അതിനൊരു കപ്പ് എടുത്തിട്ട് അതിലേക്ക് 10 കപ്പ് വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് നമ്മൾ ഈ ചെടികൾക്ക് ഒഴിച്ചെടുക്കുന്നു. ഇതിന് മുന്നേ നമ്മളൊന്ന് ലെയർ ചെയ്തെടുത്തൊരു തൈയാണിത്. അതിൻ്റെ തയ്യല്ല, ഇത് തായ്പിങ്കാണ്. ഇപ്പോൾ കണ്ടില്ല, ചെറിയൊരു തൈയാണ്. ഇത് മറ്റേ ഒരു 10-12 ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഞാനിതൊരു പരീക്ഷണാർത്ഥം ഞാൻ ഫ്ലവറൊന്നും കളയുന്നില്ല. സാധാരണ ചെറിയ തൈമേൻ്റെ ഫ്ലവറൊക്കെ നമ്മൾ ഒഴിവാക്കി കളയാൻ ചെയ്യാറ്. ഇത് നമ്മൾ ഇതുമ്പോൾ നിർത്തുന്നില്ല. നല്ല ആരോഗ്യമുള്ള ഫ്ലവറാണ്. ഏകദേശം ഒരു 12 ഫ്ലവറൊക്കെ കാണുന്നുണ്ട്. പിന്നെ ചെറിയ ബ്രാഞ്ചിലും തളിര് വരുന്നിടത്തൊക്കെ ഫ്ലവർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പൂവിട്ട ആ കമ്പിൻ്റെ തളിര് നമ്മൾ ഇവിടെ കട്ട് ചെയ്തും കൊടുത്തിട്ടുണ്ട്. കാരണം ഫ്ലവർ നല്ല രീതിയിൽ ഉഷാറായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അല്ല, ഇവിടെ നമ്മൾ ഫ്ലവറിലുള്ള കമ്പിൻ്റെ നമ്മൾ തളിർ ഭാഗം വന്നിട്ട് നമ്മൾ പിൻ ചെയ്തിട്ടിട്ടുണ്ട്, നമ്മൾ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്ലവർ നല്ല രീതിയിൽ ഉഷാറായിക്കോളും. കായൊക്കെ നല്ല സൈസ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇനി അവിടെ നിന്ന് പുതിയ തളിര് വരുമ്പോൾ അതിൻ്റെ കൂടെ ചിലപ്പോൾ ഫ്ലവറും ഉണ്ടാവും. അങ്ങനെയാണ്. ചെറിയ തൈയാട്ടോ, ഇത് ചെറിയ തൈയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ലെയർ ചെയ്ത് വെച്ചിട്ട് ഒരു 1.5 മാസത്തോളമായിട്ടുണ്ടാവും. ഇപ്പോൾ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ ഫ്ലവർ വരുന്നുണ്ട്. തായ്പിങ്ക് നല്ല ടേസ്റ്റാണ് പേര. ചെറിയ ഒരു പിങ്ക് കളറാണ് ഉള്ളിലുണ്ടാവുക. നല്ല പഴുക്കണതിന് മുന്നേ കഴിക്കണം. ചിലപ്പോൾ അതിൽ പുഴുശല്യം കുറച്ച് കൂടുതലാണ് തായ്പിങ്കിന്. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു എന്നല്ലാതെ കുറച്ച് നമുക്ക് കഴിക്കാൻ കിട്ടിയിട്ടുള്ളൂ. ഇപ്രാവശ്യം കുഴപ്പമില്ല. മഴ ഇല്ലാത്ത സമയത്ത് നമുക്ക് പൊയ്ക്കളില്ലാതെ നല്ല രീതിയിൽ നമുക്ക് കഴിക്കാൻ കിട്ടും. മഴക്കാലമാണെങ്കിൽ ചിലപ്പോൾ കായൽ പോയി വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതൊക്കെ നമ്മളെ കിലോ പേരയുടെ തൈയാണ്. അതുപോലെ കിലോ പേര ഇത് നമ്മൾ കുറച്ച് ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അത്തി, കിലോ പേര, പിന്നെ കുറച്ച് ഡ്രമ്മിൽ നമ്മൾ മാവ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ കാട്ടിമൂണാണ്. കാട്ടിമൂണ് ഇത് കൊടുന്ന സമയത്ത് ഇത് ഫ്ലവർ ഉണ്ടായിരുന്നു. ഞാൻ ആ ഫ്ലവർ ഉള്ളിൽ കളയാതെ നിർത്തി. അതുകൊണ്ട് മരത്തിന് ചെറിയൊരു പിന്നെ വളർച്ചയിൽ ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. അത്ര പ്രതീക്ഷിച്ചത്ര വളർച്ച കിട്ടിയില്ല. ഇപ്പോൾ രണ്ടാമത് ഉഷാറായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. പ്രാവശ്യം ചിലപ്പോൾ ഫ്ലവർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് കാട്ടിമൂൺ എന്താ വെച്ചാൽ പെട്ടെന്ന് ഫ്ലവർ ചെയ്യും. പിന്നെ നല്ല രീതിയിൽ മാങ്ങ ഉണ്ടാവും. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണേനും നമ്മൾ രീതിയിൽ. ഇതതുപോലെ നാംഡോക്കാണ്. നാംഡോക്കും ഡ്രമ്മിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. നാംഡോക്കുമായി കാട്ടിമൂൺ ഇത് രണ്ടും ഒരേ സമയത്ത് വെച്ചതാണ്. പക്ഷേ കാട്ടിമൂൺ അത്ര തന്നെ ഒരു ഉഷാറായി വളർന്നിട്ടില്ല. നാംഡോക്ക് നല്ല ഉഷാറായിട്ട് വളർന്നിട്ടുണ്ട്. നാംഡോക്കിന് ഇത് ഫ്ലവർ ചെയ്യാനൊരു ഇതൊക്കെ കാണുന്നുണ്ട്. ഇതിൽ എന്താ അറിയില്ല. ഏതായാലും
ഡിസംബർ കഴിഞ്ഞില്ല, ജനുവരിയിലൊക്കെ നമുക്ക് നോക്കാം. ജനുവരിയൊക്കെ പ്രതീക്ഷ ഇതിന് മുന്നത്തെ മാസമൊക്കെ കാലാവധിയൊക്കെ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്തിരുന്നു. പക്ഷെ മഴയായിട്ട് എല്ലാ ഫ്ലവറും പോയി. നാംഡോക്ക് തന്നെ നല്ല ഉഷാറായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഇലകൾക്ക് ചെറിയൊരു പ്രശ്നങ്ങളുണ്ട്. ആ തളിര് വരുന്ന സമയത്ത് നമ്മളെ കളക്ഷൻ സ്റ്റാഫൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു. എന്നാലും അതിന് ശേഷമാണ് ഞാൻ ടാറ്റാഫിനെ വാങ്ങിയത്. ടാറ്റാഫിനാണ് കുറച്ചുകൂടി